എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു തന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന മഹാമാരി എന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഇമ്മീഡിയറ്റ് റിലേഷനിൽ ഒരാളെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ഉണ്ടല്ലോ. ക്യാൻസറിനെ കുറിച്ച് പറയുന്ന നല്ല ഒരു പഠനങ്ങൾ മുഴുവനും ഇത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നാണ്. എന്തൊരു കഷ്ടകാലമാണ് നമുക്കുള്ളത്. ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം മരണകാരണമാകുന്ന രോഗം സമ്മാനിക്കുന്ന കാലമാണ്. നമുക്ക് ഭക്ഷണങ്ങൾക്ക് യാതൊരു ക്രമവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. وَاشْتَدَّ سَائِسَ مِنْ جُوعٍ وَمِنْ شِبَعٍ فَرُبَّ مَخْمَصَةٍ شَرٌّ مِنَ التُّهَمِ. നിങ്ങൾ വിശപ്പിനെയും ഭയക്കണം, പള്ള നിറക്കുന്നതിനെയും ഭയക്കണം. നിങ്ങൾ രണ്ടിനെയും സൂക്ഷിക്കേണ്ടവരാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഒരു മധ്യസമീപനമുള്ളതാണ്. മൂക്കമുട്ട കഴിക്കാൻ പറഞ്ഞ മതമല്ല, ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറഞ്ഞ മതമല്ല, ഇഷ്ടം പോലെ ഭോഗിക്കാൻ പറഞ്ഞ മതമല്ല, ആ പൗരോഹിത്യം സ്വീകരിക്കാൻ പറഞ്ഞ മതവുമല്ല. എല്ലാത്തിനും ഒരു മധ്യനിലവാരം നൽകിയിട്ടുള്ള മതമാണ്. ഉമ്മത്തുൻ വസതാണ് നമ്മുടെ കയ്യിലുള്ള ശരീഅത്ത്. ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ഇടയിൽ മധ്യനിലവാരമുള്ളതാണ്. നിങ്ങൾ അത് വിട്ടുകളയാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ സൂക്ഷ്മമായി നമ്മെ പഠിപ്പിച്ചു. ചില ചൂടുള്ള ഭക്ഷണം നബി തങ്ങൾ കഴിച്ചാൽ അതിന്റെ കൂടെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കും. എന്നിട്ട് പറയും ഹർറഹാദാ ബർദുഹാദാ, ഇതിന്റെ ചൂട് ഇതിന്റെ തണുപ്പിതാ മാറ്റിയിരിക്കും. ചിലപ്പോ കക്കരിയും ഈത്തപ്പഴവും കൂടെ കഴിക്കും സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴം നല്ല ചൂടുള്ള ഭക്ഷണം. അത് കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ ശരീരത്തിന് കൂടുതൽ ഹീറ്റാവും. പൈൽസിന്റെ ഒക്കെ അസുഖമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബ്ലഡ് പോയെന്ന് വരും. അത്രയും ഹീറ്റുള്ള സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അത് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ചൂടിനെ കെടുത്താൻ കഴിയുന്ന തണുപ്പുള്ള ഭക്ഷണം കൂടി കഴിക്കണം. അവിടുന്ന് അങ്ങനെ പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോന്നിന്റെയും ഒരു സീക്വൻസ്, ഓരോന്നിന്റെയും ഒരു സന്തുലിതാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാത്തിനും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പട്ടിണി കിടന്നു പോയാൽ ചിലപ്പോൾ അല്ലാഹനെ മറന്നെന്ന് വരാം, ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമില്ലെന്ന് വരാം. മൂക്കമുട്ട കഴിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയെന്ന് വരാം, നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. മധ്യനിലവാരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംവിധാനം. കിട്ടുന്നതൊക്കെ വേണ്ടതുപോലെ അടിച്ചു കയറ്റുക എന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഭക്ഷണത്തിനൊന്നും ഒരു തർത്തീവുമില്ല. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ നമ്മളെ എല്ലാ നിലയിലും താളം കെടുത്തുകയാണ്. ടൈമിംഗ്, ഭക്ഷണത്തിന്റെ ടൈമിംഗ് വരെയുണ്ട്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ സംവിധാനമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും സാധാരണയായി 9 മണിക്ക് നാസ്ത കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആമാശയം ആ 9 മണിക്ക് ഭക്ഷണം സ്വീകരിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റിയോടുകൂടി കാത്തിരിക്കും. അപ്പൊ 9 മണിക്ക് ചെല്ലുന്നില്ല, ആദ്യം ഒരു കാളൽ, പിന്നെ അത് റിക്കവർ ചെയ്യും. നിങ്ങളുടെ വിശപ്പിനെ കൊന്നു. കുറച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റി നിങ്ങളുടെ പള്ളയിൽ ഉണ്ടാവില്ല, ഡിസോർഡറായി. രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, അവർക്കതാ ഒരു പ്രാവശ്യം ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും, ഉറക്ക് വരുന്നുണ്ട്. അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണത്. ഉറക്ക് വരുന്നുണ്ട് എന്ന് ബ്രെയിൻ മെസ്സേജ് കൊടുക്കും ഒരു പ്രാവശ്യം. നമ്മൾ കുടഞ്ഞിട്ടൊക്കെ അങ്ങനെ പോവും. രണ്ടാമത് നിങ്ങളുടെ ഉറക്ക് വരുന്ന മെസ്സേജ് ബ്രെയിൻ തരില്ല. അപ്പോഴാണ് വണ്ടി എവിടെ പോയി മുട്ടുമ്പോഴേ പിന്നെ ബ്രെയിൻ ബോധേഡാവും.
അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണിത്. ഇതുപോലെ ഓരോ അവസ്ഥയിലും ഓരോ രീതിയിലും ഖാലിഖായ റബ്ബിന്റെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പാലിക്കാൻ ജീവിതത്തിന്റെ എല്ലാ ക്രമത്തിനും പഠിപ്പിച്ച നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് അവിടുത്തെ പ്രകീർത്തന മാല്യത്തിൽ ദേഹത്തിന്റെ വികാരങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നിന്റെ ജീവിത ചിട്ടകളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇമാം ബുസീരി തങ്ങൾ പറയാണ്, കം ഹസ്സനത ലദതൻ ലിൽ മർഇ ഖാതിലതൻ മിൻ ഹൈതു ലം യദ്രി അൻ നസുമ്മ ഫിദ്ദസമീ. മക്കളെ ടൂറിന് വിടുന്ന മാതാപിതാക്കളെ, ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ എത്ര മോനെ പോണ്ടത് ടൂറിന്? 5000 റുപ്യ. 5000 റുപ്യ കൊടുത്തു. പോകാൻ നേരം എത്ര വേണ്ടത്? 2000 റുപ്യ എനിക്ക് ചെലവിന് വേണം. വേണ്ട, 3000 റുപ്യ ഇരിക്കട്ടെ. ഇതും കൊടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മക്കളെ ടൂറിന് വിട്ട രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടോ? അവരെവിടെയാ പോയത്? എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ സമുദായത്തിന്റെ കുമാരന്മാര് വ്യഭിചാരത്തിന്റെയും കള്ളിന്റെയും ആദ്യ ടേസ്റ്റ് അറിഞ്ഞത് മിക്കപ്പോഴും ഇത്തരം സ്കൂളിലെ ടൂറുകളിൽ നിന്നാണ് എന്ന് വായിച്ചിട്ടും പഠിച്ചിട്ടും വിവേകം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ആർക്ക് പണയം വച്ചിരിക്കുന്നു? എന്റെ ശബ്ദം പ്രവാസ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. നിങ്ങളുടെ മക്കളുടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. എത്ര വേണമെങ്കിലും പണം കൊടുക്കാം, അവരെവിടെയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ തലമുറ കള്ളും വ്യഭിചാരവും എല്ലാം അറിയാൻ തുടങ്ങുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോളേജ് സ്കൂൾ ടൂറുകളിലൂടെയാണ്. പരലോകത്തെ വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ യാത്രയ്ക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം. അതിനൊന്നും ശറഅ് എതിർക്കുന്നില്ല. ആണും പെണ്ണും അധ്വാനിച്ച പണം കൊടുത്തത് എന്ന വിവേകം നിങ്ങളിൽ വരുന്നില്ല. ഇവിടെയൊക്കെയോ നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ ഉടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ മോന് ലോകവിവരം കിട്ടാൻ, എന്റെ മോന് കൂട്ടുകാരെ കിട്ടാൻ അവർക്ക് പല ന്യായങ്ങളുണ്ടാവും. പക്ഷേ ലിൽ മർഇ ഖാതിലത്തുൻ, മനുഷ്യനെ അത് കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് മിൻ ഹൈതു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീ, അതാ കൊഴുപ്പിൽ വിഷം പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്.